സിനിമാ രംഗത്തും വിജയം ചിലർക്ക് വന്നു ചേരുന്നതാണ്. മറ്റു ചിലർ കഠിന പരീക്ഷയിലൂടെ അത് നേടിയെടുക്കുന്നു. ഇങ്ങനെ സ്വന്തം പരിശ്രമത്തിലൂടെ മഹത്വം നേടിയവർ പോലും ചിലർ താരജാട കൊണ്ട് അതിന് കളങ്കം ചാർത്താറുണ്ട്. എന്നാൽ ചുരുക്കം ചിലർ ഇതിനൊക്കെ അപവാദമാണ്. രജനീകാന്തിനെ പോലെ ആ പരമ്പരയിൽപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാറാണ് ഇന്ന് നേരെ ചൊവ്വയിൽ നമ്മോടൊപ്പമുള്ളത്. കേരളത്തിൽ നിന്ന് കിട്ടിയ പോക്കറ്റ് മണി കൊണ്ട് തമിഴ് സിനിമയിൽ ഒരു സാമ്രാജ്യം തന്നെ തീർത്ത ശ്രീ വിക്രം. സിനിമാ രംഗത്ത് ആദ്യ 10 വർഷം താങ്കൾക്ക് കഷ്ടപ്പാടിൻ്റെതായിരുന്നു. സ്ട്രഗിൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സമയം. അതിനുശേഷം താങ്കൾ സ്വന്തമായി സൂപ്പർ താര പദവിയിലെത്തി. ഇങ്ങനെ ഒരു മാറ്റം വന്നൊരാൾ പൊതുവെ പറയുക ഇതെല്ലാം ദൈവാനുഗ്രഹമാണെന്നാണ്, അല്ലെങ്കിൽ എൻ്റെ പരിശ്രമം കൊണ്ട് നേടിയെടുത്തതാണെന്നുള്ള അഹങ്കാരമുണ്ടാവും. ഇത് രണ്ടുമല്ലാത്തൊരു മനോഭാവമാണ് താങ്കളിൽ കാണുന്നത്. അതിനെ താങ്കൾ എങ്ങനെയാണ് വിശദീകരിക്കുക? ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ്. സോ എൻ്റെ സ്വഭാവം ഐ ഓൾവേസ് ഫെൽറ്റ് ബി പോസിറ്റീവ്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കണം, പോസിറ്റീവായിട്ട് ചെയ്യണം. ആൻഡ് എനിക്ക് ഹാർഡ് വർക്ക്, നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് എപ്പോഴും അവിടെ എത്തണം. എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ കോളേജ് കഴിഞ്ഞ ശേഷം എനിക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ ഒരു 3-4 കൊല്ലം ആ സമയം കോളേജിലുണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ ബെഡിൽ കടന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നടക്കാൻ വയ്യ, ഇത് കാലുണ്ടല്ലേ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നടനാവണം, എനിക്ക് ഭയങ്കര ഒരു വെറി ഉണ്ടായിരുന്നു. സോ അതിനു വേണ്ടിയാണ് ഞാൻ നടക്കാം എന്നോ ട്രൈ ചെയ്തിട്ട് പിന്നെ അത് ഇതായി. സോ ഈ 10 years സ്ട്രഗിൾ ആക്ച്വലായിട്ട് അത് ഒരു വലിയ സ്ട്രഗിൾ. ബട്ട് എനിക്ക് അത് ബിക്കോസ് നടക്കാൻ വയ്യാതെ ഒരാൾ ഇങ്ങനെ ഐ ഗോട്ട് എ ചാൻസ് ടു വാക്ക്. സോ അതെനിക്കൊരു അത്ര ഒരു വലിയ ഇതായിട്ട് തോന്നിട്ടില്ല. ഈ കഠിന പരിശ്രമം വഴി നമ്മളൊരു വലിയ നിലയിൽ എത്തിയതാണെങ്കിൽ കൂടി ഒരു സ്റ്റാർ സ്റ്റേറ്റസ് ആവുമ്പോൾ എന്തൊക്കെയാണെങ്കിലും കുറച്ച് മാറ്റങ്ങൾ എത്ര വിചാരിച്ചാലും വരും. അത് താങ്കളുടെ തന്നെ കുഴപ്പം കൊണ്ടാവണമെന്നില്ല, മറ്റുള്ളവരുടെ മനോഭാവം കൊണ്ടും ആവാം. പക്ഷേ താങ്കൾ ഈ പറയുന്നത് പോലെ 100% പഴയ ആളായി തന്നെ നിൽക്കാൻ കഴിയുന്ന കാര്യമാണോ? അത് ബിക്കോസ് ഞാൻ എപ്പോഴും രണ്ട് കാരണം. മുതൽ കാരണം, ഞാൻ 10 കൊല്ലം ഞാൻ സ്ട്രഗിൾ ചെയ്യുമ്പോൾ സിനിമ എങ്ങനെ അറിയോ, സിനിമ ഒരു കൊല്ലത്തിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫ്യൂച്ചർ കരിയർഗ്രാഫ് ഇങ്ങനെ പോകും. പെട്ടെന്ന് വലിയ സ്റ്റാറാവും, അടുത്ത മാസം താഴെ ഇറങ്ങും, ഇല്ലെങ്കിൽ വീണ്ടും ഒരു പീരീഡിന് ശേഷം കുറച്ച് മുകളിൽ വരും, തിരിച്ച് താഴോട്ട് പോകും, തിരിച്ച് നല്ല ഹൈറ്റ് പോകും. എപ്പോഴും ഞാൻ 10 കൊല്ലത്തിൽ ഞാൻ എല്ലാ ആർട്ടിസ്റ്റും കണ്ടു. 10 കൊല്ലത്തിൽ അത്ര മാറ്റങ്ങൾ ഒരു വർഷത്തിൽ നടക്കുന്ന വിഷയം ഒരു 10 കൊല്ലത്തിൽ. സോ ഒവ്വൊരു ആർട്ടിസ്റ്റും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പം ആദ്യത്തിൽ കാണുമ്പോൾ ഹലോ സാർ എങ്ങനെയുണ്ടെന്ന് പറയും. പിന്നെ അടുത്ത പടം ഹിറ്റാവും ഒരു 2 മാസത്തിന് ശേഷം ഞാൻ ഹായ് ഹവായി എന്ന് പറയുമ്പോൾ ഓക്കെ എന്താ പടം ഒന്നുമില്ല അങ്ങനെ. സോ നെക്സ്റ്റ് ഒരു 2 yearsന് ശേഷം കാണുമ്പോൾ അവർ മാർക്കറ്റ് ഫുള്ളായിട്ട് പോകും. അപ്പോൾ എന്നെ കാണാൻ സാർ എവിടെ സാർ ഇരിക്കും, എനിക്ക് എന്താ ഞാൻ ഞെട്ടിപ്പോകും, ലൈക്ക് ഒരു ചെറിയ ഷോക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമ ഈസ് ലൈക്ക് ദാറ്റ്. സിനിമ ഈസ് നോട്ട് ഒരു ബിസിനസ് പോലില്ല, ഒരു നോർമൽ ലൈഫില്ല. സിനിമ ക്യാൻ ടേക്ക് യു ടു ദ ടോപ്പ് ആൻഡ് അത്ര താഴെ കൂടെ കൊണ്ടുപോകും. സോ ഞാൻ അപ്പോഴിരുന്ന് എനിക്കറിയാം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവണം. അപ്പോൾ തന്നെ ദേ ഓൾവേസ് സേ സക്സസ്, ഡോണ്ട് ലെറ്റ് സക്സസ് ഗോ ടു യുവർ ഹെഡ് ആൻഡ് ഡോണ്ട് ലെറ്റ് ഫെയിലിയർ ഗോ ടു യുവർ ഹാർട്ട്. ലൈക്ക് സക്സസ് താഴേക്ക് പോകട്ടെ, ആ ഫെയിലിയർ ഹൃദയത്തിൽ വർക്കൂടെ. സോ ഐ ഓൾവേസ് ഫെൽ ദാറ്റ് ഞാൻ എപ്പോഴും ഐ ട്രൈ ടു ബി. അതുകൊണ്ട് രണ്ടാമത് കാരണം എൻ്റെ വൈഫ്, അവരൊരു സൈക്കോളജിസ്റ്റ്, അവർ ഷീസ് ഫ്രം കണ്ണൂർ. അവർ വളരെ സിമ്പിൾ, ഇപ്പോഴും ലൈക്ക് ഷീൽ സേ നോ അത് ഇയറിങ്സ് വേണ്ട, ഇത് വേണ്ട, നമ്മൾ നോർമൽ ലൈഫ് സ്റ്റൈൽ, പിള്ളേരെല്ലാം സന്തോഷമാണ് എപ്പോഴും. സോ ഐ തിങ്ക് അസോസിയേഷൻ, എനിക്ക് എൻ്റെ ഫാമിലി അവരുടെ ഫാമിലി എല്ലാവരും വി ഓൾവേസ് ബീൻ വെരി നോർമൽ. വിക്രം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാറിയില്ലായിരിക്കാം, പക്ഷേ എങ്കിലും വിക്രത്തിൻ്റെ ഉയർച്ച അകലെ നിന്ന് വീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എന്തൊക്കെയാണെങ്കിലും കുറേ മാറ്റങ്ങൾ വന്നു എന്ന് തോന്നാം. സ്വാഭാവികമല്ലേ അത്? ഇല്ല, ഐ ട്രൈഡ് ബീങ് വെരി കോൺഷ്യസ്. എൻ്റെ ഫ്രണ്ട്സ് കൂടെ കണ്ടാൽ എല്ലാവരും എപ്പോഴും എൻ്റെ പടം കണ്ടിട്ട് സൂപ്പർ അങ്ങനെ പറയില്ലേ, വന്നിട്ട് എന്താടാ മേക്കപ്പ് ഇട്ട് അതെന്തിനാ അങ്ങനെ ഒരു വിഗ്. പിന്നെ എല്ലാവരും എപ്പോഴും വി ആർ ഓൾവേസ് നോർമൽ. എപ്പോഴും ഞാൻ ഇവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ, ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ പുറത്ത് പോകുമ്പോൾ ഞാൻ കെന്നി വീട്ടിലെ എന്താ വിളിക്കണോ ഞാൻ അത്രയേ ഉള്ളൂ. എൻ്റെ പിള്ളേർക്ക് ഞാൻ ഒരു സാധാരണ അച്ഛൻ. സോ അതുപോലെ എൻ്റെ ഫാദറിനൊക്കെ നോർമൽ സണ്ണിലോ, എനിക്കും മറ്റു സണ്ണിലോക്കും ഡിഫറൻറ്റ് ഒന്നുമില്ല. താങ്കൾ വലിയ ഉയർച്ചയിൽ എത്തിയിട്ടും ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നു, സാധാരണക്കാരനെ പോലെ പെരുമാറുന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ വലിയ താരമായിട്ടും ചെറിയൊരു വീട്ടിൽ, പഴയ വീട്ടിൽ നിന്ന് മാറിയിരുന്നില്ല. ഈ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതിന്റെ അതിൽ ഉറപ്പിച്ചു നിന്നുകൊണ്ട് ആ ഒരു വർഗത്തിന്റെ, ആ ഒരു സമൂഹത്തിന്റെ സിമ്പതി കിട്ടാൻ കൂടിയല്ലേ? ഇല്ല, അങ്ങനെ നമ്മൾക്ക് കംഫർട്ട് വേണുമ്പോൾ നമ്മൾ ക്രോഴ്സിൽ നമ്മൾ സമ്പാദിക്കുമ്പോൾ there is no need to
കഷ്ടപ്പെട്ട് ഒരു ചെറിയ വീട്ടിൽ ഇരുന്നിട്ട് എല്ലാവരും നമ്മൾ വന്ന് അയ്യോ നല്ല ആളല്ലേ അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മളുടെ കംഫർട്ട് അല്ലേ പോകും. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് എ റീസൺ അറ്റ് ഓൾ. നമ്മൾ എനിക്ക് അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ സുഖം മാറ്റി വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു ഇമേജ് പുറത്തേക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇല്ല, ഇമേജൊക്കെ ആവശ്യമില്ലല്ലോ. ഇമേജൊക്കെ ആവശ്യമില്ലെങ്കിൽ ഇമേജ് എപ്പോൾ വരുമെങ്കിൽ നിങ്ങൾ സക്സസ് ആവില്ല, ഇല്ലെങ്കിൽ യു റീച്ച്ഡ് എ ലെവൽ ഓഫ് സക്സസ്. അപ്പോൾ മറ്റു ആൾക്കാർക്ക് ആക്ച്വലി ഞാൻ ഒരു വലിയ ആൾ, ഞാനൊരു നക്ഷത്രം, ഞാനൊരു താരം, സോ ഐ നീഡ് ടു പ്രൊജക്ട്. സോ ഒരു നല്ല ഫാൻസി കാർ, ഒരു നല്ല വീട്, അങ്ങനെ ഒരു ബട്ട് ഐ ഫീൽ ഐ തിങ്ക് ഐ റീച്ച്ഡ് എ ഗുഡ് ഹൈറ്റ്. ഞാൻ അങ്ങനെ ഒരു ഇല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ വന്നിട്ട് മറ്റൊരാൾക്കാർക്ക് ഇല്ല ഞാൻ ആക്ച്വലി നല്ല മനുഷ്യൻ, ഞാൻ ഒരു മിഡിൽ ക്ലാസ്, അങ്ങനെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ചെയ്തിട്ട് എന്നെ കിട്ടും, ഒന്നും കിട്ടില്ല. അത് ഒരു പേഴ്സണൽ, ഇറ്റ്സ് എ പേഴ്സണൽ സെറ്റപ്പ്. ഇപ്പോൾ ഞാൻ മെഡ്രാസിലുണ്ടാകുമ്പോൾ ഞാൻ വാക്കിംഗ് പോകും, ഞാൻ വീഡിയോ ഷോപ്പിൽ ഞാൻ തന്നെ പോയി എനിക്ക് ഈ പടം വേണം, ഇല്ലെങ്കിൽ ഏதாவது ഗിഫ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒരു ചെറിയ കടയ്ക്ക് പോയിട്ട് ഞാൻ ഇത് വേണം, ഇല്ലെങ്കിൽ യുനോ ഗ്രോസറി സ്റ്റോഴ്സ് മേ ബി ഐ ഡോണ്ട് ഗോ, ബട്ട് സംടൈംസ് സമയമില്ലാതെ പോകും, ഇല്ലെങ്കിൽ ആരും ആൾക്കാരില്ലാതെ പോകും, ഞാൻ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പെട്ടിന് ഇറങ്ങിയിട്ട് പോകും. അത് വന്ന് എല്ലാവരും അയ്യോ വിക്രം ഒരു കടയ്ക്ക് വന്നു, അയ്യോ വിക്രം ബൈക്കിൽ, അതില്ല എനിക്ക്. ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് അറ്റ് ഓൾ. വിക്രമിനെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വിലയിരുത്തുമ്പോഴേ രണ്ട് മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, ആദ്യം കോളേജ് കാലത്തൊക്കെ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ജൂലിയസ് സീസർ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാന റോൾ തന്നെ വേണമെന്നില്ല, താങ്കൾക്ക് ബ്രൂട്ടസോ കാഷിസോ ഒക്കെ ആയാലും മതി. പക്ഷെ അതൊരു വിക്രമമാണ്. മറ്റൊരു വിക്രമുണ്ട്, അതായത് തമിഴിലെ സ്ട്രഗിൾ ചെയ്ത സമയത്ത് പോലും ഞാൻ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാന റോളിലേ ഉള്ളൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഒരു വിക്രം. ഇതിൽ ഏതാണ് യഥാർത്ഥ വിക്രം? രണ്ടും. എനിക്ക് ആദ്യത്തെ സിനിമയ്ക്ക് വന്ന രംഗം, ആ സമയം എനിക്ക് ഒരു സ്പോർട്സ് കാർ വേണം. എപ്പോഴും 8ാം ക്ലാസ് മുതൽ ക്ലാസ്സിൽ ഐ ബി ഡ്രീമിങ്, എപ്പോഴും സ്വപ്നം തന്നെ ഒരു സ്പോർട്സ് കാർ, ഒരു ഫെറാറിയിൽ ഒരു റെഡ് സ്പോർട്സ് കാർ, ഇല്ലെങ്കിൽ ബീച്ച് എപ്പോഴും എലിയറ്റ്സ് ബീച്ചിൽ നടക്കുമ്പോൾ എല്ലാവരും വിക്രം പറയും, ഹായ് ഹായ് എന്ന് പറയണം, പിന്നെ ഓട്ടോഗ്രാഫ് ഹായ് ഹായ്, അത് തന്നെ എൻ്റെ ഡ്രീം. ബട്ട് ആദ്യം സ്പോർട്സ് കാർ, അതിനു വേണ്ടിയാണ് വന്നത്. ബട്ട് അപ്പോൾ എനിക്ക് റോൾസ്, ആക്ടിങ് എപ്പോഴും എൻ്റെ പാഷൻ. ബട്ട് സിനിമയ്ക്ക് വന്നത് എനിക്ക് ഫെയിം വേണം, പിന്നെ ഇങ്ങനെ റോൾസ് ചെയ്യണം. ബട്ട് അതിനുശേഷം സ്ട്രഗിൾ ചെയ്ത കാലത്തിൽ ധ്രുവം തുടങ്ങി ഇപ്പോൾ വരയ്ക്കും, ഒരു സേതു വരയ്ക്കും, എനിക്ക് സർവൈവൽ, ഞാൻ ചെറിയ റോൾസ് ഇല്ലെങ്കിൽ അവിടെ വന്നിട്ടില്ല ഞാൻ ബ്രൂട്ടസ് ചെയ്യണം, ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോവും. ഇറ്റ്സ് നോട്ട് സോ. ഒരു വലിയ റോൾ ചെയ്യണം, ഇല്ലെങ്കിൽ ഏതാவது ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം, അങ്ങനെ ഒരു കട്ടായം ഉണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ സേതു അത് മാറി. അതിനുശേഷം ഐ വാണ്ട് ടു ഡു ഡിഫറെൻറ്റ് റോൾസ്. എനിക്ക് എപ്പോഴും ടൈറ്റിൽ റോൾസ് ചെയ്യണം. ടൈറ്റിൽ റോൾസ് എന്ന് വെച്ചാൽ ഈ പടത്തിൽ ഞാനാ കഥാനായകൻ, അപ്പോൾ എൻ്റെ പേര് അതിലിടണം, അതില്ല. കഥ പറയുമ്പോൾ ആ ഡയറക്ടർ പറയണം, സർ പടത്തിൻ്റെ പേര് കന്ദസ്വാമി, ഏനാ ഹീസ് എ സെൻട്രൽ ഫിഗർ, ഭീമ ഏനാ ഹീസ് എ സെൻട്രൽ ഫിഗർ, ഒവ്വൊരു ഇതും. സോ അങ്ങനത്തെ റോൾ വേണം. ബട്ട് ഒവ്വൊരു റോളും ഇപ്പോൾ തമിഴിൽ അവർ പറഞ്ഞു, ഒരു പത്രികയിൽ പറഞ്ഞു, കന്ദസ്വാമി ഒരു കമേഴ്ഷ്യൽ ഫിലിം. ബട്ട് കമേഴ്ഷ്യൽ പടത്തിൽ ഇങ്ങനെ ഒരു ഹീറോ ഒരു കമേഴ്ഷ്യൽ പടത്തിന് വേണ്ടി ഉരുവത്തെ മാറ്റി, ഹീസ് ലോസ് 15 kg, സ്റ്റൈല് മാറ്റി, എല്ലാം മാറി ഒരു അവാർഡ് വിന്നിംഗ് പിക്ചർ, ഇല്ലെങ്കിൽ ഒരു സീരിയസ് സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും. ബട്ട് ഒരു കമേഴ്ഷ്യൽ സിനിമ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല, വിച്ച് ഇസ് വാട്ട് ഐ എം ട്രൈങ്. ഒരു ധൂൾ സാമി, ജെമിനി, ദിൽ എല്ലാം കമേഴ്ഷ്യൽ സിനിമ. ആ ടൈമിൽ ഹീറോസ് എല്ലാം ഒരേപോലെ ചെയ്യും. ബട്ട് ഞാൻ എല്ലാം മാറ്റി, എല്ലാത്തിലും വേറെ പോലെ സ്ട്രക്ചർ, വേറെ സ്റ്റൈൽ, വേറെ ആക്ടിങ്. സോ ഐ എം ട്രൈങ് ടു കമ്പൈൻ ബോത്ത്. വൈക്കപ്പടത്തിന്റെ കാര്യം താങ്കൾ തന്നെ പറഞ്ഞു, അത് ഒരുപക്ഷെ പരസഹായമില്ലാതെ എണീറ്റ് നടക്കാൻ തന്നെ കഴിയില്ല എന്നൊരു ഘട്ടത്തിൽ ഡോക്ടർ പറഞ്ഞതാണ്. അതിനുശേഷം താങ്കൾ ആക്ഷൻ സീൻ ചെയ്യുന്നു, അതുപോലെ ഡാൻസ്